മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു രക്ഷയില്ലാത്ത കിടിലും കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രീമിയർ ലീഗിൽ ഈ സീസൺ എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അട്ടർ ഫ്ലോപ്പ് കഥ നമ്മൾ കണ്ടതാണ്. ഇനി പ്രീമിയർ ലീഗ് അവസാനിക്കാത്ത സമയങ്ങളില്ല. പ്രീമിയർ ലീഗിൽ വലിയ പ്രതീക്ഷയില്ല. റിലഗേറ്റ് ആവില്ല എന്നൊരു ആശ്വാസമുണ്ട്. അതൊഴിച്ച് കഴിഞ്ഞാൽ വേറെ പ്രതീക്ഷകളൊന്നും പ്രീമിയർ ലീഗിൽ നിന്ന് കിട്ടാനില്ല. പക്ഷേ യൂറോപ്പ ലീഗ് ഫൈനലിലെത്തി. എല്ലാവർക്കും അറിയാം, ഈ സെമി ഫൈനലിൽ അത്ലറ്റിക് ക്ലബിനെ 2 വാദങ്ങളായിട്ട് 7-1 തുരത്തിയിട്ടാണ് യുണൈറ്റഡ് കയറിയത്. അവരുടെ അത്ലറ്റിക് ക്ലബിൻ്റെ ഹോം ഗ്രൗണ്ടിൽ 3-0 ഓൾഡ് ട്രാഫോർഡിൽ 1-4 തുരത്തിയിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തത്. പിന്നെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ 20 മിനിറ്റ് അവർ കടന്നാക്രമണമായിരുന്നു. അതിനുശേഷമാണ് യുണൈറ്റഡ് കളം പിടിച്ചത്. അതുപോലെ തന്നെ ഇവിടെ ആദ്യത്തെ ഒരു 20 പ്ലസ് കുറച്ച് സമയം കൂടി, അങ്ങനെ ഓൾമോസ്റ്റ് ഫസ്റ്റ് ഹാഫ് മൊത്തം അവരുടെ ഒരു ആക്രമണം തന്നെയായിരുന്നു. അതിൻ്റെ ഒരു ഗുണം അവർക്ക് കിട്ടുകയും ചെയ്തു. അവരാണ് ആദ്യം അക്കൗണ്ട് തുറന്നത്, അവരാണ് ആദ്യം ഫസ്റ്റ് ഗോൾ ചെയ്തത്. അത് കിടിലൻ ഗോളായിരുന്നു. സെക്കൻഡ് ഹാഫിൽ യുണൈറ്റഡ് പതുക്കെ കളം പിടിച്ചു. അമൂറിൻ്റെ വക കുറച്ചധികം ചേഞ്ചസ്, മെയ്സൺ മൗണ്ടിനെ കൊണ്ടുവരുന്നു, പിന്നെ കോബി മെനുവിനെ കൊണ്ടുവരുന്നു. അങ്ങനെ കുറച്ച് ചേഞ്ചസും കൂടി ആയപ്പോൾ സംഭവം ഉഷാറായി. മെയ്സൺ മൗണ്ട് അസാധ്യ പ്ലെയറാണ്. ചെൽസിയിൽ കളിക്കുമ്പോൾ തന്നെ ആളുടെ കളിമികവിനെ കുറിച്ച് നമുക്ക് അറിയാം. എന്തായാലും ആൾ കിടിലൻ കളി കളിച്ചു. ആൾ ഇറങ്ങിയിട്ടുള്ള 20 മിനിറ്റാണ് ആൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആൾ കിടിലൻ കളി, 2 ഗോള്, അതും ഫസ്റ്റ് ഈക്വലൈസർ ഗോൾ കിടിലനായിരുന്നു. ജസ്റ്റ് ഒന്ന് ടച്ച് കിട്ടി, ടേൺ ചെയ്തു, പടച്ചു. ലാസ്റ്റത്തെ ഗോൾ കണ്ടില്ലേ, ഗോളി മുന്നിലേക്ക് കയറി വന്നു, പന്ത് കിട്ടി, ഗോളിൻ്റെ മേലെ കൊണ്ടിച്ച് ഉള്ളിലാക്കി. എന്നാൽ മേസൺ മൗണ്ട് കിടിലൻ കളി കളിച്ചു. മേസൺ മൗണ്ട് ഫോമിലാണെന്ന് പറയാം. കാസിമിറോ ഗോൾ അടിച്ചു. ആസ് ഓൾവേസ് സെമി ഫൈനലിൻ്റെ ഫസ്റ്റ് ലീഗിലും കാസിമിറോ ഗോൾ അടിച്ചിരുന്നു. ബ്രൂണോ സാധാരണ പോലെ തന്നെ മികച്ച പ്രകടനം. എന്തായാലും വളരെ പ്രതീക്ഷയോട് കൂട്ടാണ് നമ്മൾ. പിന്നെ ഹോയിലുണ്ട് ഗോൾ അടിച്ചു. അമാദിൻ്റെ വക കിടിലൻ അസിസ്റ്റ്. വളരെ പ്രതീക്ഷയോട് കൂട്ടാണ് ഫൈനലിലേക്ക് യുണൈറ്റഡ് കടക്കുന്നത്. ഓപ്പോസിറ്റ് ടോട്ടനാണ്. ടോട്ടനത്തിനെതിരെ പ്രീമിയർ ലീഗിൽ ഈ റീസെൻ്റായിട്ട് അധികം വലിയൊരു മികവ് യുണൈറ്റഡിനെ പുലർത്താൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാൽ പോലും ഭയങ്കര പ്രതീക്ഷയാണുള്ളത്. ടോട്ടനത്തിൻ്റെ കോച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് സീസണിൽ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, സെക്കൻഡ് സീസണിലാണ് എനിക്കൊരു ഗുണമുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് കപ്പെടുക്കണം. കപ്പെടുത്ത ഗുണം ചാമ്പ്യൻസ് ലീഗ്, കപ്പെടുത്തു കഴിഞ്ഞാൽ ഗുണം ചാമ്പ്യൻസ് ലീഗ് കൂടി ഉണ്ട്. അത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ നല്ല പ്രതീക്ഷയോട് കൂടിയാണ് കളിക്കുന്നത്. എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രതീക്ഷക്കൊത്ത കളി ഫൈനലിൽ എടുക്കട്ടെ. 21-ാം തീയതിയാണ് ഫൈനൽ. അതിനുശേഷം കോൺഫറൻസ് ലീഗ് വരുന്നത് 27-ാം തീയതി തോന്നുന്നു. പിന്നെ 31-ാം തീയതി ചാമ്പ്യൻസ് ലീഗ് ഫൈനലും. അപ്പോൾ എന്തായാലും തുടക്കം യുണൈറ്റഡിൻ്റെ കപ്പോട് കൂടി തന്നെ ആവട്ടെ.